സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം 37-ാം ദിവസം. രാപ്പകൽ സമരത്തിന് തുടർച്ചയായി മാസം 20 മുതലാണ് അനിശ്ചിതകാല നിരാഹാര സമരം തുടരുന്നത്. ആദ്യഘട്ടത്തിൽ 3 പേരായിരിക്കും നിരാഹാരമിരിക്കുക. രാപ്പകൽ സമരവേദിയിൽ തന്നെയായിരിക്കും നിരാഹാര സമരം. വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് അജീഷ് ജയകുമാറാണ്. അജീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോൾ സമരത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ്. ഒരു റിലേ നിരാഹാര സമരം പോലെയാണ് അതിനി വിഭാവനം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തായിരിക്കും ഇനിയത്തെ സമരത്തിന്റെ ഒരു നിലപാട്? 37 ദിവസം സമരം പിന്നിടുമ്പോഴാണ് ആശാവർക്കർമാർ സമരത്തിന്റെ രൂപം മാറ്റുന്നത്. ഇതിന്റെ രണ്ടാം ഘട്ടം എന്ന നിലയിൽ 20-ാം തീയതി മുതൽ ആ സമരം നിരാഹാര സമരത്തിലേക്ക് കിടക്കുകയാണ്. ഓരോ ദിവസം 3 പേർ എന്ന നിലയിലായിരിക്കും ഈ സമരം കിടക്കുക. ഈ സമരം അവരുന്നയിച്ച ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇന്നലെ പ്രധാനമായും സെക്രട്ടേറിയറ്റ് ഉപരോധം നടന്ന സമയത്ത് ആശാവർക്കർമാരുടെ സമരസമിതി പറഞ്ഞത്. അങ്ങനെ 3 പേർ വെച്ച് ഓരോ ദിവസവും നിരാഹാര സമരം കിടക്കും. അങ്ങനെ അത് തുടർന്ന് കൊണ്ടുപോയിരിക്കും. എത്ര ദിവസം വേണമെങ്കിലും കിടക്കാൻ തയ്യാറെന്നാണ് കഴിഞ്ഞ ദിവസം ഈ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവരുടെ സമരസമിതി നേതാക്കൾ പറഞ്ഞത്. ആ സമരം തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ് പഠിക്കലാണ്. അവരുടെ സമരവേദിക്ക് തൊട്ടടുത്താണ് നിൽക്കുന്നത്. അവിടെ കുറച്ച് പ്ലക്കാർഡൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ കുറച്ച് ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതിൽ രസകരമായ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ട്. അതായത് ഈ അമ്മമാരെ തീ പിടിപ്പിക്കാതിരിക്കുക, അപ്പോൾ മഴയിലും വെയിലിലും തളരില്ല എന്നുള്ള ഒരു വാചകമാണ്. നമ്മൾ അത് കണ്ടതാണ്. കാരണം ഇന്നലെ രാവിലെ പൊരി വെയിലത്തായിരുന്നു ഈ സമരം തുടങ്ങിയത്. രാവിലെ തുടങ്ങിയ സമരമാണ്. വൈകിട്ടായപ്പോഴേക്കും അത് പെരുമഴയായിരുന്നു. പക്ഷേ അതൊന്നും അവരെ തളർത്തിയില്ല. ആ സമരം 6 മണി വരെ തുടരുമെന്ന് അവർ അറിയിച്ചു. 6 മണിക്ക് കഴിയുന്നത് വരെ ഈ പല ജില്ലകളിൽ നിന്ന് വന്ന അമ്മമാർ ഇവിടെ വിട്ടു പോയില്ല. അവർ മുദ്രാവാക്യം ഉറക്കെ വിളിച്ചുകൊണ്ടേയിരുന്നു. മഴ കനത്ത മഴയിലും അവരിവിടം വിട്ട് പോകാതെ സെക്രട്ടേറിയറ്റ് ഉപരോധം എന്ന സമരം പൂർണ്ണമാക്കിയതിന് ശേഷമാണ് ഇവർ ഇവിടം വിട്ട് പോയത്. അത്രയധികം അവർ ആർജവത്തോടെയായിരുന്നു ഈ സമരത്തിനിറങ്ങിയത്. അതേ ആർജവത്തോടെയാണ് സമരം അവസാനിക്കുന്നത്. ഒരുപാട് പേർ കുഴഞ്ഞു വീണു. ഏതാണ്ട് 9 പേർ ഈ സമരത്തിനിടയിൽ കുഴഞ്ഞു വീണിരുന്നു. നമുക്കറിയാം, പ്രായമായ അമ്മമാരൊക്കെയാണ്. അവർക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഈ കൂടെയുള്ളവരെ അലട്ടിയില്ല. തളർന്നു വീണവരെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴും കൂടെ ഉണ്ടായിരുന്നവർ ഉച്ചത്തിൽ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അത് തന്നെയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. എന്തായാലും 20-ാം തീയതി മുതൽ സമരത്തിന്റെ രൂപം മാറുകയാണ്. അടുത്ത ഘട്ട സമരത്തിലേക്ക് ആശാവർക്കർമാർ കടക്കുകയാണ്. 37-ാം ദിവസമാണ് ഇന്ന്. ഈ ഘട്ടത്തിലും സർക്കാർ വീണ്ടും ഒരു ചർച്ചയ്ക്കൊന്നും വിളിച്ചിട്ടില്ല. എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് അവരുടെ നിലപാടുകൾ അംഗീകരിക്കും വരെ ഈ സമരം തുടരും എന്ന് തന്നെയാണ് ആശാവർക്കർമാർ പറയുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.